നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. UAE-യിൽ ജോലി ചെയ്യുന്നവർക്കും സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും വളരെയേറെ പ്രയോജനപ്രദമായ, അവർ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണ് പറയുന്നത്. UAE സർക്കാർ സ്വീകരിച്ച പുതിയ നിയമവ്യവസ്ഥ പ്രകാരം തൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാനും റദ്ദാക്കാനും തൊഴിലുടമയ്ക്ക് ഏതെല്ലാം അവസരത്തിലാണ് അവകാശമുണ്ടാകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് തൊഴിലാളി തെറ്റായ ഐഡന്റിറ്റിയോ ദേശീയതയോ സ്വീകരിക്കുകയോ വ്യാജ സർട്ടിഫിക്കറ്റുകളോ രേഖകളോ സമർപ്പിക്കുകയോ ചെയ്താൽ തൊഴിലുടമയ്ക്ക് ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ റദ്ദാക്കുന്നതിനുള്ള അവകാശമുണ്ട്. തൊഴിലുടമയ്ക്ക് കാര്യമായ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു പിഴവ് തൊഴിലാളി വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൊഴിലാളി മനഃപൂർവ്വം തൊഴിലുടമയുടെ വസ്തുവകകൾക്ക് നാശമുണ്ടാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്താൽ തൊഴിലുടമയ്ക്ക് തൊഴിൽ കരാർ റദ്ദാക്കാവുന്നതാണ്. പക്ഷേ സംഭവം നടന്ന് 7 ദിവസത്തിനകം ഇതേക്കുറിച്ച് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തെ അറിയിച്ചാൽ മാത്രമേ ഇത് സാധൂകരിക്കപ്പെടുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. ജോലിയുടെയും തൊഴിലാളികളുടെയും ജോലിസ്ഥലത്തിൻ്റെയും സുരക്ഷയെക്കുറിച്ചുള്ള രാജ്യത്തിൻ്റെ നിയമങ്ങളിലെ നിർദ്ദേശങ്ങൾ തൊഴിലാളി ലംഘിക്കുകയാണെങ്കിൽ ആ ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ റദ്ദാക്കാവുന്നതാണ്. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ എഴുതി തൊഴിലാളികൾക്ക് കാണാവുന്ന ഒരു സ്ഥലത്ത് പതിക്കുകയും തൊഴിലാളിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധൂകരിക്കപ്പെടുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. തൊഴിൽ കരാർ പ്രകാരം തൊഴിലാളി തന്റെ അടിസ്ഥാന കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, ഇക്കാരണത്താൽ രേഖാമൂലമുള്ള അന്വേഷണം നടത്തിയിട്ടും അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ തൊഴിൽ കരാർ റദ്ദാക്കാവുന്നതാണ്. അതേസമയം ഇതേക്കുറിച്ച് 2 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അതേ പിഴവ് ആവർത്തിച്ചാൽ മാത്രമേ ഇത് സാധൂകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഓർമ്മിക്കുക. മറ്റൊരു കാര്യം പ്രത്യേകം ഓർമ്മിക്കേണ്ടത്, താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ രഹസ്യം മറ്റുള്ളവരോട് വെളിപ്പെടുത്തിയാലും തൊഴിലുടമയ്ക്ക് തൊഴിൽ കരാർ റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ മാന്യതയെയോ സത്യസന്ധതയെയോ പൊതുധാർമ്മികതയെയോ ബാധിക്കുന്ന ഒരു കുറ്റകൃത്യത്തിന് രാജ്യത്തെ കോടതി ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും പ്രസ്തുത ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ കമ്പനി ഉടമയ്ക്ക് റദ്ദാക്കാവുന്നതാണ്. ജോലി സമയത്ത് ജീവനക്കാരനെ മദ്യപാനത്തിലോ മയക്കുമരുന്നിൻ്റെ സ്വാധീനത്തിലോ കണ്ടെത്തിയാലും, ജോലിസ്ഥലത്ത് പൊതുധാർമ്മികത ലംഘിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതായി കണ്ടെത്തിയാലും തൊഴിലുടമയ്ക്ക് തൊഴിൽ കരാർ റദ്ദാക്കാവുന്നതാണ്. ജോലി സമയത്ത് ജീവനക്കാരൻ തൊഴിലുടമയെയോ ഉത്തരവാദിത്തപ്പെട്ട മാനേജരെയോ അയാളുടെ മേലുദ്യോഗസ്ഥരിൽ ഒരാളെയോ അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിച്ചാലും, രാജ്യത്ത് നിയമപ്രകാരം ശിക്ഷിക്കാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാലും തൊഴിലുടമയ്ക്ക് പ്രസ്തുത ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. ഇനി പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഒരു വർഷത്തിനിടയിൽ 20 ഇടവിട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ അല്ലെങ്കിൽ തുടർച്ചയായി 7 ദിവസത്തിൽ കൂടുതൽ നിയമാനുസൃതമായ കാരണമോ തൊഴിലുടമ അംഗീകരിച്ച ഒഴിവു കഴിവുകളോ ഇല്ലാതെ തൊഴിലാളി ജോലിക്ക് ഹാജരാകാതിരുന്നാൽ തൊഴിലുടമയ്ക്ക് ഏകപക്ഷീയമായി തൊഴിൽ കരാർ റദ്ദാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ജീവനക്കാരൻ തൻ്റെ തൊഴിലിലുള്ള പദവി വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി നിയമവിരുദ്ധമായ രീതിയിൽ ചൂഷണം ചെയ്താലും തൊഴിലാളി മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തിയാലും പ്രസ്തുത ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ റദ്ദാക്കാവുന്നതാണ്. ഇത്തരം സാഹചര്യത്തിൽ ഫെഡറൽ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ 44 പ്രകാരം തൊഴിൽദാതാവിന് ഒരറിയിപ്പും കൂടാതെ തന്നെ ഒരു ജീവനക്കാരൻ്റെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാവുന്നതാണ്. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരേപോലെ പ്രയോജനപ്രദമായ, ഒരുപോലെ അവകാശമുള്ള നിയമവ്യവസ്ഥകളാണ്. ഇത് പാലിക്കാൻ തൊഴിലാളികളും തൊഴിലുടമയും പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കാര്യം അബദ്ധമാണ്.